ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അല്ല കൂട്ടുകാരെ, പിന്നെ ടി വി എടുത്ത് ഇവിടെ വെച്ചു. ഈ ഭിത്തിയൊന്നും തേച്ചിട്ടില്ല, നമ്മുടെ പഴയ ഭിത്തിയാണ്. പിന്നെ ഞാനും കുഞ്ഞും ഇവിടെ കിടക്കുമായിരുന്നു, അതുകൊണ്ട് ഫാൻ എടുത്ത് ഇങ്ങോട്ട് നീക്കി വെച്ചേ. പിന്നെ ഈ തുണിയൊക്കെ ഇനി എനിക്ക് തലേണ തയ്ക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. ഈ പഴയ തുണി ഇതപ്പുറത്ത് കൊണ്ടുപോകാനുള്ള തുണിയാണ്. അങ്ങനെ കുറേ അടുക്കി പറക്കി വെച്ചു. അടുക്കി വന്നതിനകത്തിലാണ് എൻ്റെ പഴയ കുടുംബശ്രീയിലെ ഒരു ബുക്കാണ്. അപ്പോൾ അത് ഞാൻ കളഞ്ഞില്ല, അവിടെ തന്നെ വെച്ചു. പിന്നെ എന്താണ് വേറെ പ്രത്യേകിച്ച് ഈ മുറിയിൽ പിന്നെ ഈ ഡപ്പയൊക്കെ എടുത്ത് ഇവിടോട്ട് വെച്ചു. തയ്യൽ മെഷീൻ ഒതുക്കി വെച്ചു. ആ പാത്രം എടുത്ത് അവിടെ വെച്ചു. അത്രയേ ഉള്ളൂ കൂട്ടുകാരെ. പിന്നെ ഈ കർട്ടൻ്റെ പോലുള്ളത് ഇവിടെ കൊണ്ടിട്ടു. രാവിലെ ഏട്ടൻ പോകുന്നതിന് മുന്നേ ഏട്ടനെ കൊണ്ട് ഇടിപ്പിച്ചതാണ്. പിന്നെ 2 ഷട്ടിൽ ബാറ്റ് അത് ഇവിടെ വിട്ടിട്ടു. ക്ലോക്ക് വർക്കല്ല, ബാറ്ററി വാങ്ങിച്ചിട്ട് ഓടും. ഞാൻ പിന്നെ തറയിൽ വെച്ചിരുന്ന പൊട്ടുപോകുമെന്ന് പേടിച്ചു. അവനറിയില്ലല്ലോ, അവൻ ചിലപ്പോൾ ചവിട്ടുകയോ എല്ലാം ചെയ്താലും. അതുകൊണ്ട് എടുത്ത് മേലോട്ടിട്ടു. ഇനിയിപ്പോൾ ഏട്ടൻ വരുമ്പോൾ ബാറ്ററി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ട എൻ്റെ ഒരാൾ കയറി കിടക്കുന്നുണ്ട് കൂട്ടുകാരെ ഇവിടെ. അവൻ എൻ്റെ കൂടെ വന്ന് കിടന്നിട്ട് കുഞ്ഞുങ്ങൾ വന്നപ്പോഴത്തേന് ഇടയ്ക്കായപ്പോൾ ഇയാളെ ഇട്ട് ഇടിക്കുന്നു പറഞ്ഞിട്ട് ഇയാൾ പിന്നെ ഇവിടെ കയറി കിടക്കുക. അപ്പോൾ അങ്ങനെ ചീര ഒടിച്ച് ഞാൻ സാമ്പാറിനകത്തിടും കൂട്ടുകാരെ കേട്ടോ. ഇവിടെ അതിന് സാമ്പാർ ചീര എന്നാ പേര്. പിന്നെ തോരൻ വെക്കുന്ന ചീരക്കകത്ത് ഞാൻ ചിലപ്പോൾ 1-2 തണ്ട് പൊടിച്ചിടും. ഒത്തിരി ഇടാൻ പറ്റില്ല, കൊഴുപ്പാണ്, അതുകൊണ്ട് അങ്ങനെ ഇടും. ഇനി അത് തന്നെയാണ്. ഇവിടെയൊക്കെ കുറേ കാടായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കണം. ഇവിടെയൊക്കെ ഒരു ഇതാക്കി. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ, ഇപ്പോൾ ഈ പോച്ചയൊക്കെ പറിച്ച് കഴിയുമ്പോഴത്തേന് നെഞ്ച് വേദന എടുക്കുമെന്നൊരു ഉള്ളിലൊരു ഭയം, വേദന, അത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് മടിച്ചങ്ങ് നടക്കുക ഞാൻ. മടിച്ച് നടക്കുമെന്ന് വെച്ചാൽ നമ്മളങ്ങ് ഇരിക്കുമെന്നല്ല കേട്ടോ, നമ്മൾ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. മോനെ അതെന്ത് വേടാ അത് കണ്ടോ. പിന്നെ തുണി കഴുകിയിട്ടതൊക്കെ ഇവിടെയും കഴുകിയിട്ടു. പെരയുടെ പുറ സൈഡിൽ കുറേ കഴുകിയിട്ടിട്ടുണ്ട്. അങ്ങനെ എവിടെ പോവാ? കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ ഒഴിക്കാതെ, അവിടെ ദേഹത്ത്. മാവിൻ്റെ ഇല വെട്ടിയതൊക്കെ ഇവിടെ തീ കത്തിക്കുക കൂട്ടുകാർ. എന്നാൽ മോൻ്റെ കൂട്ടുകാരൻ വന്നപ്പോൾ മാങ്കമ്പ് വെട്ടിയില്ലേ, അതെല്ലാം കൂടെ കൊണ്ട് ഇവിടെ ഇട്ടേക്കുമായിരുന്നേ. അപ്പോൾ അത് ഇലയൊക്കെ ഒരുവിധം വാടി തുടങ്ങി. അപ്പോൾ ഞാൻ വെച്ച് മഴയൊക്കെ ഇല്ലല്ലോ, അളിഞ്ഞ് കിടന്നാലോ. ഇതുപോലെ ഇങ്ങനെ കമ്പ് കുറച്ച് വെട്ടി അങ്ങോട്ട്, വലിയ കമ്പെല്ലാം അങ്ങോട്ട് വെച്ചു, ചെറുതൊക്കെ ഇവിടോട്ട് വെട്ടിയിട്ടു. ഒരുവിധം ഉണക്കെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് പെരയെ കൊണ്ടുപോകാനുള്ളത്. പിന്നെ ഇലയൊക്കെ ഞങ്ങളിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക, ഞാനും എൻ്റെ കൊച്ചുമോനും. മാറുന്നില്ല കളപ്പോയ്ക്കകത്തുനിന്ന് നമ്മൾ വെട്ടുവിടാം. അമ്മൂമ്മ പറഞ്ഞ കൂട്ടി ഞാൻ കുറേ നേരം വെക്കട്ടെ, നീ കട്ടാ പറയുമ്പോൾ ഞാൻ നിൽക്കാവേ. ക്യാമറ പിടിക്കുന്ന എൻ്റെ കുഞ്ഞാണ്, അതാണ് അവൻ അങ്ങനെ പറയുന്നത് കേട്ടോ. കട്ടാ പറയുന്നേ. ക്യാമറ ഓണാക്കി ഞാൻ കുഞ്ഞിൻ്റെ കൊടുത്തിരുന്നിട്ട് സ്റ്റാർട്ട് പറയുമ്പോൾ കുഞ്ഞ് ഓണാക്കും, എന്നിട്ട് കട്ടെന്ന് പറയുമ്പോഴാണ് അവൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞെനിക്ക് വീഡിയോ പിടിച്ച് തന്നത് കൂട്ടുകാരെ. എൻ്റെ കൊച്ചുമോന് തൂത്ത് വാരി ചപ്പൊക്കെ തൂത്ത് കമ്പ് വെച്ചുകൊണ്ട് ജോലിയാണ്. എൻ്റെ ഇരട്ടയിലെ ഇളയ മോന് കല്യാണം കഴിച്ചവന് ഇതേപോലെ ആയിരുന്നു ചെറുപ്പത്തിൽ. ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കും, ജോലി ചെയ്ത്. പക്ഷേ ഇപ്പോഴും അത് അവൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പം അവനിവിടെ ഇല്ലാത്തതുകൊണ്ടുള്ളൊരിതേ ഉള്ളൂ. അല്ല, അവൻ ഇങ്ങനെ ജോലി എപ്പോഴും നമ്മളോട് ഇങ്ങനെ ജോലി ചെയ്ത് നടക്കും. ബാക്കി രണ്ടും കണക്കാ, ഇപ്പോഴും കണക്കാ അപ്പോഴും കണക്കാ. അത് തന്നെ തീ കത്തിക്കോളൂ മക്കളെ. അതേപോലെയാണ് ഇവന്, കൊച്ചച്ഛൻ്റെ അതേ രീതിയും കൊണ്ട് ഇറങ്ങിയേക്കുക അല്ലേ. നന്ദപാപ്പൻ്റെ സ്വഭാവം കൊണ്ട് ഇറങ്ങിയേക്കുക അല്ലയോ. എന്ത് ജോലിക്കാണല്ലേ. എൻ്റെ നേരത്തെ വീഡിയോ ഒക്കെ കൂട്ടുകാർ കണ്ടിട്ടില്ലേ, അതിൽ വിറക്കാൻ പോകുമ്പോൾ വിറവിന് കൂടെ വരും. മുറ്റം തൂക്കുകയാണെങ്കിൽ മുറ്റം തൂക്കാൻ കൂടെ വരും. എന്ത് ജോലിയാണേലും അവൻ നമ്മുടെ പുറകിന് നടക്കും.
മോനും അതുപോലെ തന്നെയാണേ, കൊച്ചുമോനും കല്യാണം കഴിച്ചവനെ, അവനും അതേപോലെ തന്നെ. എന്ത് ജോലിയും നമ്മുടെ കൂടെ നടന്ന് ചെയ്തോളും, നമ്മളെ കഷ്ടപ്പെടുത്തത്തില്ല. അവൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഒരു ആശ്വാസം. കാരണം എന്നെ അവനങ്ങനെ ഭാരം അറിയിക്കത്തില്ല. അതേപോലെ നടന്ന് അവൻ എൻ്റെ കൂടെ നടന്ന് ജോലി ചെയ്യും. അന്ന് പാറപ്പുഴയുടെ വേസ്റ്റ് ഞങ്ങൾ ചുമ്മാൻ പോയപ്പോഴും പിന്നെ മോന എൻ്റെ അടുത്ത് നിന്ന് ഞാൻ പിടിച്ചും പാറപ്പൊടി ഇങ്ങനെ ബക്കറ്റിൽ കോരിയിട്ട് പിടിച്ച് പൊക്കി കൊടുക്കുമായിരുന്നു. അപ്പം മോൻ്റെ തലയിലോട്ട് അത് പൊക്കി കൊടുത്തേ. അപ്പം വേറെ കൊച്ച് അവൻ്റെ കൂട്ടുകാരനായിരുന്നു എൻ്റെ അടുത്ത് നിന്നേ. അപ്പോൾ അവൻ പറഞ്ഞു, നീ മാറി നിൽക്കടാ, അമ്മ വെയിറ്റ് ഒത്തിരി പിടിക്കാൻ പറ്റില്ല, ഇനി ഞാൻ നിന്നോളാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ അറുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് വെയിറ്റ്, അവൻ താങ്ങി വെയിറ്റ്. എന്നിട്ട് അവൻ പറഞ്ഞു, അമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചാൽ മതി അമ്മേ, ബാക്കി ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പിടിച്ച് വാങ്ങിച്ച് തലയിൽ വെക്കുമായിരുന്നു കൂട്ടുകാരെ. ഇപ്പോൾ അവൻ നമ്മുടെ അടുത്ത് വരാൻ പോലും അവനെ സമ്മതിക്കത്തില്ല. അത്ര ഇതാണ്. അത് നമുക്ക് വളർത്തുന്നവർക്കല്ല അതിൻ്റെ പ്രയാസം അറിയത്തുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിച്ചവർക്ക് അവരുടെ ഭർത്താവെന്ന് മാത്രമുള്ള ചിന്താഗതി അറിയില്ലല്ലോ. നമുക്കല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ അവന് ജസ്റ്റ് ഒന്ന് വന്നു പോകാൻ പോലും അവനെ അനുവദിക്കത്തില്ല. അതാണ് വിഷയം. എന്നാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണും. ആര് എവിടെ പിടിച്ച് നിർത്തിയാലും ദൈവം തമ്പുരാന് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരും. അത് വേറൊരു സത്യം. അങ്ങനെ അവനില്ലാത്തതിൻ്റെ വിഷമം നല്ലപോലെ ഉണ്ട്. ഒരു ആഹാരം വെച്ചാൽ പോലും സഹിക്കത്തില്ല. കാരണം എന്തൊരു പന്നക്കറിയെ വെച്ചിരുന്നാലും എൻ്റെ കുഞ്ഞ് അത് മനസ്സോടെ വാരി തിന്നും. നല്ലതാമേ എന്നും പറഞ്ഞുകൊണ്ട്. ഈ മൂന്നാമക്കളിലേക്കും അവൻ അങ്ങനെ കേട്ടോ. അത് ഇന്നലെ ഇച്ചിരി ചേമ്പ് ഞാൻ തീയൽ വെച്ചപ്പോഴും ഞാൻ ഭയങ്കര ഇഷ്ടമാണ് വറുത്തരച്ച് കറി. ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ച് കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവന്. അത് വെച്ചോണ്ടേ ഞാനിത് പറഞ്ഞു, എൻ്റെ കുഞ്ഞു ഇവിടെ ഇല്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ ആ ചട്ടി വടിക്കുന്നിടം വരെ അവനത് തിന്ന് തീർത്തുകൊണ്ടിരിക്കും. അവന് പിന്നെ അങ്ങ് വിശപ്പാ. അങ്ങനെ പിന്നെ അവരുടെ ജീവിതമല്ലേ, നമ്മളെപ്പോഴും നമ്മുടെ ആമക്കളെ പിടിച്ച് വെച്ചതൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടൊരു ഇതേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. കൂട്ടരെങ്കിലും വിഷമം എല്ലാ അമ്മമാർക്കും അങ്ങനെയാണല്ലേ. ഞങ്ങൾ അപ്പം അത്ര എടുത്ത വിറവെല്ലാം പറക്കി വലിയ വിറവൊക്കെ ഇങ്ങോട്ട് വെച്ചു, ചെറുതൊക്കെ ഒടിച്ച് ഇവിടെ വെച്ചു. ഉണക്കലെല്ലാം പെരയെ കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് ഓല വെട്ടി പെരയെ കൊണ്ടുവച്ചു. പിന്നെ ബാക്കി വന്ന വേസ്റ്റെല്ലാം കത്തിച്ചു. പിന്നെ അയ്യത്തുനിന്ന് ഞാൻ അങ്ങും ഇങ്ങും കൂടി നിന്നിടത്തുനിന്നൊക്കെ കുറേ പോച്ച പറിച്ച് തീക്കകത്തി കൊണ്ടിട്ടു. പിന്നെ ഇവിടെ കുറച്ച് ഓലയും മടലും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടിപ്പറക്കി ഇതാ ഇങ്ങനെ അടുക്കി വെച്ചു. ഇതിൻ്റെ മണ്ടയ്ക്ക് കവർ ഇടണം വെച്ചു. പിന്നെ ഇവിടെ ഇത്രയിടം ഒന്ന് പോച്ചയൊക്കെ പറിച്ചു. ഇനി ഇത് ഇത്രയിടം ഉണ്ട്. ഇത് ചില ചെടിയാണ്, ഇത് ചുമന്ന പൂ വിരിയുന്ന ചെടിയാണ്. കുഞ്ഞ് ചുമന്ന പൂ ഉണ്ടാകത്തില്ല, സ്റ്റാർ പോലത്തെ. അതാ അത് നേരത്തെ ഈ മരത്തിൽ പടർന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ അരി വീണ് കിടന്ന് കിളിച്ചരി ഇതെല്ലാം പിഴുത് കളയണം. അത്രയൊന്നും നമുക്ക് വേണ്ടല്ലോ, നമുക്ക് ഒരെണ്ണമൊക്കെ മതിയല്ലോ. അപ്പോൾ എൻ്റെ കൊച്ചുമോൻ എന്ന് പറയാം, അമ്മമ്മ എൻ്റെ വീഡിയോ എടുക്കുക, കമ്പ് തലേ വീഴും. ബാ, അങ്ങനെ ഞങ്ങളുടെ ജോലി എടുത്ത കഴിഞ്ഞു. നാളെ ഞങ്ങൾക്ക് ചെടി നട്ടിരുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ആക്രികളും പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചെടികളും ഒക്കെ വെച്ചിരുന്ന ചാക്ക് ഇവിടെ കൊണ്ട് നമ്മളങ്ങ് തറയിൽ തന്നെ നട്ടു. കാരണം അവിടെ നമ്മൾ മാർമ്മം ചെടി എടുത്തുകൊണ്ട് പോരണമല്ലോ എന്ന് വിചാരിച്ചാണ് മണ്ണി നടാതിരുന്നത്. അപ്പോൾ ആ ചാക്കൊക്കെ ഇവിടെ ഒഴിഞ്ഞിരിക്കുക. ഇനി അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നടണം. ഇനി ഈ ഡപ്പകളൊക്കെ പറക്കി ചെടി നടണം. വേണ്ടാത്ത ഡപ്പകളൊക്കെ പറക്കി ഒരു ചാക്കിലാക്കി വെക്കണം. ഈ ചാക്കെടുത്ത് അതിനകത്തിലാക്കി വെക്കണം. എന്നിട്ടത് ആക്രിക്ക് കൊണ്ട് കൊടുക്കാം. ബാ, അങ്ങനെ ഇനി ആ പണിയുണ്ട്. അതിന് ഇന്നിനി വയ്യ കൂട്ടുകാരെ, മടിച്ചു. പിന്നെ ഇനി മുറ്റം തൂത്ത് വരാനുണ്ട്. പിന്നെ കളിയാക്കുന്നുണ്ടോ കൂട്ടുകാരെ അവന്. അപ്പം അത്രയും അങ്ങനെ ഉണ്ട്. ഇനി ഇരിച്ചിട്ട് വേറെ റെസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ. കാരണം അത്രയും വിറവ് വെട്ടിയോണ്ടാന്ന് എന്തോ എനിക്ക് പുറം വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് നോക്കട്ടെ, ഇരുന്ന് നോക്കട്ടെ. വാ കുഞ്ഞേ വാ. പിന്നെ നമ്മുടെ പയറിന് 2-3 കമ്പ് കുത്തി കൊടുത്തായിരുന്നു ഞാൻ കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ ചെറിയ കമ്പ് കുത്തി അതിലോട്ട് പടത്തി വിട്ടു. അവിടെയും 2-3 എണ്ണം കമ്പ് കുത്തിയിട്ടുണ്ട്. ഇനി നാളെ ഏട്ടനോടുള്ളപ്പോൾ 2-3 കമ്പും കൂടെ കുത്തിക്കണം. എനിക്കതെല്ലാം കൂടെ പറ്റുന്നില്ല. ഇത്തിരി പായസം വെച്ചു കൂട്ടുകാരെ. ശർക്കര ഇട്ടത് പക്ഷെ വെളുത്തിരിക്കുവാണേ.
നോക്കിയേ, കൊള്ളാവോ? സൂപ്പർ അടിപൊളി. ആന്നോ? ടാറ്റാ ബൈ ബൈ സീ യു. ടാറ്റാ ബൈ ബൈ. ഐ കുട്ടികളെ, ഐ കുട്ടികളെ. എന്റെ പായസം. അപ്പൊ എല്ലാ കൂട്ടുകാരും വന്നാട്ടേ പായസം എല്ലാ കൂട്ടുകാർക്കും. ചേട്ടനും പായസം കൊടുത്ത് കുടിക്കുന്നേ. കുടിച്ചിട്ട് നല്ലതാണോ എന്നും പറ. അത് അങ്ങനെ തന്നെ, എന്ത് കൊടുത്താലും അതിന് നല്ലതൊന്നും ഇല്ല കെട്ടതൊന്നും ഇല്ല, എന്നെ കഴിക്കും. മധുരം കുറവാണ്. ആ മധുരം മതി. അരിയും ചെറുപയറും കൂടി ഇട്ടതാ കൂട്ടുകാരെ പായസത്തിനകത്ത് കേട്ടോ. 1-2 ചെറുപയർ ഇട്ടു, പച്ചരി അങ്ങനത്തെ പായസമാണേ. കണ്ട പറങ്ങാണ്ടി കുഞ്ഞേ വാ കയറി. പായസം കൊള്ളാമോ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതിരുന്നിട്ട് കുമ്മിടുന്നാ പറക്കി വായി ഇടുന്നത്. മധുരം കുറവോ കൊള്ളത്തില്ലെന്നൊക്കെ എന്നെ പറഞ്ഞത്. ആസ്വദിച്ച് പായസം കൂടിയാണ് കൂട്ടുകാരെ.